എന്നൊരു ഉരുണ്ടോ ഇതൊക്കെ ദുരിതവും പടച്ചു വിട്ട് അങ്ങാർക്ക് പോലും അറിയത്തില്ല. അതെപ്പോഴത്തേക്ക് അവസ്ഥ പറഞ്ഞു. വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. അപ്പം കഴിഞ്ഞ 2-3 വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തിരുന്നു. വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്ന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്ത് തീർക്കും. 1-2 ഡൗട്ട്സൊക്കെ 1-2 പേരൊക്കെ ചോദിച്ചിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ഡാമേജാണ് ഗൈസ്, മൊത്തം ഡാമേജാണ്. ഇമോഷണൽ ഡാമേജ്, ഫിസിക്കൽ ഡാമേജ്, ഫിനാൻഷ്യൽ ഡാമേജ്, എന്താ പറയുക, ഡാമേജ് ഇല്ലാത്ത ഒരെണ്ണമില്ല. ഓക്കെ, എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഡാമേജാണ്. കണ്ണ് കാണാൻ മേല, മുടിയൊക്കെ നരച്ചു തുടങ്ങി, മുടി കൊഴിച്ചില്, പിന്നെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. കണ്ട ഡബിൾ ചിന്നൊക്കെ വന്നു, വയറൊക്കെ നല്ല രീതിക്ക് ഇപ്പം ചാടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഷോൾഡർ പെയിന്, ഹിപ്പ് പെയിൻ ഇപ്പോൾ സഹിക്കാൻ വയ്യ കേട്ടോ. ശരിക്കും ഇത്രയും നാൾ മറ്റേ ഇൻസ്റ്റഗ്രാമിനകത്ത് റീൽസും മെംസും ഒക്കെ കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു ഏജ് കഴിയുമ്പോഴല്ലേ, അതൊക്കെ ഇത്ര വയസ്സിന് ശേഷം അല്ലേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആക്ച്വലി ഞാൻ ആ ഏജിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സത്യാവസ്ഥ, ആ ഒരു റിയാലിറ്റിയിലേക്ക് ഞാൻ എത്തുന്നത് അപ്പോഴായിരുന്നു. കാരണം മുട്ടുവേദന, കുഞ്ഞിട്ട് ഇങ്ങനെ നൂരുമ്പം തലകറങ്ങും, ഇരുന്നിട്ട് പെട്ടെന്ന് എണീറ്റ തലകറങ്ങും, നിന്നിട്ട് പെട്ടെന്ന് ഇരുന്ന തലകറങ്ങും, കിടന്നിട്ട് പെട്ടെന്ന് എണീറ്റ തലകറങ്ങും. ഇതൊക്കെ ശരിക്കും ഉള്ളതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ലൈക്ക് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒരു മെംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമായിട്ട് അവർ വെറുതെ പടച്ചു വിടുന്നതാണെന്നാണ് ഞാൻ ഫസ്റ്റൊക്കെ ചിന്തിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ വാസ്തവം മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഫേക്ക് അല്ല ഗൈസ്, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഏജിലേക്ക് നമ്മളിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ വരുന്ന ഓരോ ചേഞ്ചസ് ഒക്കെ ഞാനിങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ദൈവം ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലേ, അപ്പോൾ ഇതൊക്കെ ശരിക്കും ഉള്ളതാണല്ലേ എന്നൊക്കെ ഉള്ളൊരു സാധനം എനിക്ക് ഭയങ്കര ക്യൂരിയോസ് അടിക്കുന്ന കുറേ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ളവർക്ക് അറിയായിരിക്കുമല്ലോ ഇതൊക്കെ ഉള്ളതാണോ കള്ളമാണോ, നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ, ഇതിൽ കൂടെയൊക്കെയാണോ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളുണ്ട്, അതായത് മുട്ടുവേദന, നടുവേദന, കുനിഞ്ഞിട്ട് നൂരുമ്പോഴുള്ള തലകറക്കം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. കൂട്ടിന് ആരെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം. സാധാരണ മലയാളികളുടെ ഒരു ഇതാണല്ലോ, എൻ്റെ വീട്ടിലല്ല അപ്പുറത്തെ വീട്ടിലും കറണ്ട് ഇല്ല എന്ന് അറിയുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടല്ലോ, അതിനെ ബീറ്റ് ചെയ്യാൻ വേറൊന്നും ഉണ്ടാവില്ല. അതുപോലെ എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ളവന് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അവൻ്റെ വീട്ടിലും ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ ഉള്ളത് അറിയുമ്പോഴത്തേക്കിനും നമുക്കൊരു സമാധാനം. നമ്മൾ മാത്രമല്ല, കൂടെ ഉള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളൊരു സാധനം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ ബ്ലാ അടിച്ച് ഞാൻ നീട്ടുന്നില്ല. ഇന്ന് വന്നിരിക്കുന്ന അടുത്തൊരു അൺബോക്സിങ്ങുമായിട്ട് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സീസൺ നമുക്ക് കുറച്ച് അൺബോക്സിംഗ് ആയിട്ട് പോകാം. കാരണം വേറെ കണ്ടന്റ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നമുക്ക് അൺബോക്സിങ്ങിലൂടെ മാത്രമേ ഇപ്പോൾ പോകാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം കുറേ നാളിന് ശേഷമുള്ളൊരു കമ്പാക്ക് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ്, ഇതും ഞാൻ ടെമുവിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്സ്. കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പ്, നല്ല ഫ്രില്ലൊക്കെ ഉണ്ട്, നല്ല കറങ്ങും, ഫുൾ സ്ലീവ് ആണ്, നല്ല ബനിയൻ ക്ലോത്ത് മെറ്റീരിയലാണ് കേട്ടോ, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് എനിക്കൊരു സൈസും കൂടെ ചെറുതെടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫിറ്റിങ്സ് കിട്ടിയേനെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എന്നിരുന്നാലും ദിസ് ഇസ് ഓക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കളറാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഇവിടെ ടെമുവിൽ കിടപ്പുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എല്ലാം വൈറ്റ് ബ്ലാക്കിലാണ് പിടിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാറി പിടിച്ചാണ് ഈ മെറൂണിലോട്ട് വന്നത്. പിന്നെ ഈ കളർ എനിക്ക് ചേരാറുണ്ടെന്ന് പണ്ടേ എല്ലാവരും പറയാറുണ്ട്. ആ ഒരു ബേസിസിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വന്നത്. എനിവേ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്ക് ഇതാണ്. അപ്പോൾ ഈ ടോപ്പ് ടെമുവിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടെമു അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ആക്ച്വലി ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ്, പക്ഷേ ഇത് പാക്കേജ് വന്നപ്പം രണ്ടായിട്ടാണ് വന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഒരൊറ്റ ജാക്കറ്റ് മാത്രം അവർ എന്തിന് രണ്ടാമത് എനിക്ക് അയച്ചു എന്ന് എനിക്കറിയില്ല. കാരണം അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ പ്രോഡക്ട്സ് എങ്ങനെ സെപ്പറേറ്റ് വന്നു എന്നുള്ളത് കാര്യം. അപ്പം നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. വരൂ, നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. കം ഓൺ എവരിബഡി, ലെറ്റ്സ് ഗോ. സോ നമുക്ക് രണ്ടാമത് വന്ന പാഴ്സൽ തന്നെ അൺബോക്സ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഒമാനി പോയപ്പോൾ എൻ്റെ ഊപ്പാടഞ്ചും വന്നു. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയ ടൈമിൽ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധം കാണിച്ചു. എൻ്റെ ഫുള്ള് സാധനങ്ങളും നാട്ടിൽ കൊണ്ടുപോയി വെച്ചു. ഉണ്ടായിരുന്ന ജാക്കറ്റും അതും ഇതും ഒക്കെ ഞാൻ നാട്ടിൽ കൊണ്ട് വെച്ചിട്ട് വന്നു. പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ അത്യാവശ്യം ചൂടുള്ള ടൈം ആയതുകൊണ്ട് ഇപ്പോൾ എന്തിനാ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ്, ചൂടെടുത്ത് ഉരുവും, എന്തിനാ വെറുതെ എന്നും പറഞ്ഞിട്ട് അതൊന്നും എടുത്തോണ്ടും വന്നില്ല, ഇട്ടുകൊണ്ടും വന്നില്ല. അവരുണ്ടെങ്കിൽ എടുത്തോണ്ട് വരണമെന്നുള്ളൊരു കോമൺ സെൻസ് പോലും ഞാൻ കാണിക്കാതെയാണ് വന്നത്.
അതായത് വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഞാൻ ഒമാനിൽ പോയപ്പോൾ തണുത്ത് മരവിച്ച് ഞാൻ ശരിക്കും എന്നെ തന്നെ ഞാൻ തെറി വിളിച്ചു. നിനക്ക് എന്തിന്റെ കേടായിരുന്നു? ഏതെങ്കിലും ഒരെണ്ണം ഒരു വുളണായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എടുത്ത് നിനക്ക് വെച്ചുകൂടായിരുന്നു. ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വരുമോ അല്ലെങ്കിൽ നമ്മുടെ ലഗേജിൽ കൊണ്ടുവരുമോ, എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടായിരുന്നു. പിന്നെ എനിക്കൊരു എക്സ്പെക്ടേഷൻ ലൈക്ക് ഞാൻ ഇവിടെ ഒരു പെട്ടി വെച്ചിട്ടാണ് പോയത്, അതിനകത്ത് എന്തെങ്കിലും കാണുന്നായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കാർഗോ അയച്ച കൂട്ടത്തിലും അല്ലാതെ കൊണ്ടുപോയ കൂട്ടത്തിലും ഒക്കെ ഞാൻ ഫുള്ള് നാട്ടിൽ കൊണ്ടുപോയിട്ട് നാട്ടിലാണ് ഇരിക്കുന്നത്. എല്ലാവരും എണ്ണം പോലും എടുത്തുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു. മുക്കറ ഇട്ടുപോയി ഞാൻ ശരിക്കും പറഞ്ഞ ഒമാനിൽ പോയിട്ട്. അപ്പൊ ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു അടിയിൽ നിന്നും പഠിച്ച പാഠത്തിൽ ഞാൻ വീണ്ടും 2-3 ജാക്കറ്റൊക്കെ ഓർഡർ ചെയ്തു. ഇനിയിപ്പം എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇവിടെ ചൂട് സീസണാണ്, ഉടനെയൊന്നും ആവശ്യം വരില്ല. ബട്ട് എന്നിരുന്നാലും വല്ല എയർപോർട്ടിൽ പോകുന്ന ചടങ്ങുകളൊക്കെ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി ആവശ്യം വരുമല്ലോ. ഒരു ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ എന്നാണല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ എടുത്തത്. ഇതിപ്പോൾ വന്നിട്ടൊരു മൾട്ടി കളറിലാണ് ഈ ഒരു ജാക്കറ്റ് വരുന്നത്. ഞാൻ 1-2 കൂതറ സാധനങ്ങളൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചപ്പോൾ കൂട്ടുകാരിയാണ് പറഞ്ഞത് ഓക്കെ ഇത് കൊള്ളാം, നൈസാണ്. അയ്യോ ഞാൻ ഇതിനകത്ത് മറ്റേ തലയിൽ കൂട്ടിരുന്ന ക്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അതില്ല കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ ഹൈനെക്ക് വന്നിട്ട് ഉള്ള ഒരു ഇതാണ്. നല്ല മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെ എന്താ പറയുക, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, വട്ട ബ്രിട്ടീസ്. അപ്പോൾ ഇതാണ് സാധനം. ഫുൾ സൈസിൽ ഇങ്ങനെ വരും. കണ്ടോ കണ്ടോ കണ്ടോ, അടിപൊളിയല്ലേ? ഫുള്ള് സിബാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഇതാണ് കേട്ടോ. ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക്. നീട്ട് കാണിക്കാം, അതിന് കണ്ടില്ല എന്ന് വേണ്ട. ഫുൾ സ്ലീവ് ആണ് കേട്ടോ. ഞാൻ മീഡിയം സൈസാണ് ഇതിപ്പോൾ എടുത്തേക്കുന്നത്. സ്മോൾ സൈസ് ആയിരുന്നെങ്കിലും എനിക്ക് കറക്റ്റ് ആയിരിക്കും. ബട്ട് എന്നിരുന്നാലും കുറച്ച് വലിപ്പത്തിന് ഇങ്ങനെ ജാക്കറ്റൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഓവർ സൈസ് ആയിട്ടൊക്കെ കിടന്നാലല്ലേ നമുക്ക് ഒരു ഭംഗി ലുക്കൊക്കെ ഉള്ളൂ. കണ്ടോ, അത് ഇട്ടപ്പോൾ തന്നെ ആ ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റ് തന്നെ മാറിയല്ലേ. ഭയങ്കര ഒരു ക്ലാസി ലുക്ക്, ക്ലാസി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ഫ്രീക്ക് ലുക്കൊക്കെ വന്നല്ലേ ഗൈസ്. അയ്യോ ഹണി സിംഗ് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നൈസ്. ഇതൊക്കെ അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അന്ന് തണുപ്പത്ത് മരിക്കാതെ ഇരുന്നേനെയുമായിരുന്നു ഗൈസ്. ഇതിൻ്റെ 2 സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്, കൊള്ളാം, അടിപൊളി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മതിയല്ലോ, ഇത്രയും ഷോ ഓഫ് പോരെ, ഇനി നമുക്ക് അടുത്ത സാധനം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊന്നും നമുക്ക് നാട്ടിൽ കിട്ടത്തില്ല, ഇവിടുത്തെ സാധനം ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ ഇതിനകത്ത് എന്താണ്ടൊക്കെ കുറേ സാധനമുണ്ട്. ഞാൻ തന്നെ ഓർഡർ ചെയ്തത്, പക്ഷെ ഞാൻ മറന്നു എന്തൊക്കെ ഓർഡർ ചെയ്തതെന്നുള്ളത്. കയ്യിൽ 10 പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഓർഡർ ചെയ്യണം എന്നുള്ളൊരു ത്വരയാണ്. അതാണെങ്കിൽ ആ സാധനത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നത്തില്ല. അവരാണെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ ചില ടൈമിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനെ കണക്കാണ്. നമ്മൾ ഡിപ്രഷനൊക്കെ അടിച്ചിട്ട് ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ അതിന് മാച്ചിങ് ആയിട്ട്, അതായത് നമ്മളെ കൂടുതൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഇതായിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിനോട് പറയുന്നില്ല നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ചെന്ന് കയറുമ്പോഴത്തേക്കിനും പോസ്റ്റ് ഫുൾ അങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ റീൽസ് ആണെങ്കിലും പോസ്റ്റുകളാണെങ്കിലും ആരെങ്കിലും സ്റ്റോറി കയറി നോക്കിയാലും ഒക്കെ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. അതേപോലെയാണ് ഈ ടെമു എന്ന് പറയുന്നത്. ഇപ്പോൾ ടെമു ആണെങ്കിലും മീഷോ പിന്നെ നമുക്കൊക്കെ അവോയ്ഡ് ചെയ്തൊക്കെ വിടാൻ പറ്റും. ടെമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഈ ആഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സജഷൻസ് നമുക്കിങ്ങനെ വരുന്നത്. നമ്മളിപ്പോൾ കയറി കണ്ടുകൊണ്ടിരിക്കുവാണെന്ന് വിചാരിച്ചോ, ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ജസ്റ്റ് കണ്ടു, അല്ലെങ്കിൽ ആക്സിഡന്റലി നമ്മൾ അതിൽ ടച്ച് ചെയ്ത് അതൊന്ന് ഓപ്പൺ ആയി എന്ന് വിചാരിച്ചു. കൂടുതലും എല്ലാ കൈൻഡ് ഓഫ് ഇതും അതിനകത്തുണ്ട് കേട്ടോ. ജെൻസിനുള്ളതാണെങ്കിലും ലേഡീസിനുള്ളതാണെങ്കിലും കിഡ്സിനുള്ളതാണെങ്കിലും ലൈക്ക് നമ്മുടെ റൂം ഡെക്കറേഷൻ, ഡ്രസ്സ്, ഷൂസ്, എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് സാധനങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആക്സിഡന്റലി ഓപ്പൺ ആയി, അതിപ്പോൾ ഒരു ഡ്രസ്സ് എന്തെങ്കിലും ഒരു നൈസ് സാധനം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അടുത്ത് പിന്നെ സജഷൻസ് വരുന്നത് കൂടുതലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതിനേക്കാൾ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വരും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അത് കയറി നോക്കാനോ അല്ലെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യണോ എന്നൊക്കെയുള്ളൊരു ത്വര നമുക്ക് വന്നു. അജാതി സാധനങ്ങളാണ് ഒരു സജഷനിൽ തരുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ കൂടുതൽ ഈ ടെമൂന്ന് പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോൾ ഇരിക്കുന്നതിൽ ഒരു 70% ഡ്രസ്സുകളും ടെമൂന്ന് ഞാൻ വാങ്ങിയതാണ്. ഈ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ദുബായിൽ വന്നിട്ട് ഞാൻ വാങ്ങിയ സാധനങ്ങളാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ കേസസ് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസൊക്കെ, നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം കേട്ടോ. ഇത് ഫോൺ കേസ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന പകുതി മുക്കാൽ സാധനങ്ങളും ഇപ്പം ടെമു തന്നെയാണ്. ടെമു ഫാനായി മാറി ഞാൻ. ലൈക്ക് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ ഇതൊന്നും ഇല്ല. ലൈക്ക് എല്ലാം ഒരു ഡീസൻറ്റ് പ്രൈസും ആണ്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്, വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലർ പറയും ലൈക്ക് ചൈന പ്രോഡക്ട്സ് ആണ്, വലിയ ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലെ ആമസോണിലും മീഷോന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും എനിക്ക് ക്വാളിറ്റി ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷൂസ് ഒക്കെ ടെമു ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അടുത്ത ഒരു ജാക്കറ്റ്. ഇത് വന്നിട്ട് റേറ്റ് ഡിസ്കൗണ്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 40 or 50 ദിറംസിൻ്റെ സാധനം എനിക്ക് അന്ന് വന്നിട്ട് 16 ദിറംസിനാണ് ഇത് കിടന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സെയിം ജാക്കറ്റിൻ്റെ സെയിം മെറ്റീരിയലാണ്. നമുക്ക് സോഫ്റ്റാണെന്നറിയോ, ഇതിങ്ങനെ നമുക്ക് ഊരാൻ തോന്നിട്ടില്ല ഇട്ട് കഴിഞ്ഞാൽ. അജാതി സാധനമാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ചാൽ നമ്മളെ വിടത്തില്ല അവർ. അതുപോലത്തെ സെറ്റപ്പ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. ഇതുപോലത്തെ സെയിം ഒരു വൈറ്റ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നാട്ടിൽ മാക്സിന് എടുത്ത ഒരു ഇതേ സെയിം മെറ്റീരിയലിൽ വരുന്ന ഒരു ലൈക്ക് ഹൈനൊക്കെ വന്നിട്ട് സിബ് ഇത്രേ ഊരാൻ പറ്റത്തുള്ളൂ, ഫുൾ ഊരാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ടീഷർട്ടും എൻ്റെ കയ്യിലുണ്ട്. ലൈക്ക് നോക്കൂ ഗൈസ്, ഹൈ പുള്ളിപ്പുള്ളി ചിങ്കിച്ചിക്ക പുലി മുറുമുത് ഇടിക്കിത് അങ്ങനെ ഇതാണ് പുലി ജാക്കറ്റ്. ഇത് ലൈക്ക് ഒരു ഫുള്ള് ബ്ലാക്ക്, അകത്ത് ബ്ലാക്ക് പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ പെയർ ചെയ്യാൻ നല്ലതായിരിക്കും. വൈറ്റിൻ്റെ കൂടെ പോകുന്ന എനിക്കറിയില്ല, ബ്ലാക്കിൻ്റെ കൂടെ ലൈക്ക് അടിപൊളിയായിരിക്കും. ഈ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും ലൈക്ക് കൊള്ളാമല്ലേ, ഒരു നൈസ് ലുക്കൊക്കെ ഉണ്ട്. ഇത് ഞാൻ മീഡിയം സൈസ് തന്നെയാണ് എടുത്തത് ഗൈസ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സാധനങ്ങളൊക്കെ ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു. ഇതിനും സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കയ്യൊക്കെ ഇതിനകത്തിട്ട് ഇങ്ങനെ ഇരിക്കാം. ഹായ് അയ്യോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പം പുലി ജാക്കറ്റിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു. ഇതൊരു 1 പീസ് ഡ്രസ്സാണ് കേട്ടോ. കണ്ടപ്പോൾ എന്തോ ഇഷ്ടപ്പെട്ടു, എടുത്തതാണ്. ഇത്രയേ ഉള്ളൂ സാധനം. ഇത് പേപ്പറൊക്കെ എന്തെങ്കിലും ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. ഇതെങ്ങനെയാ പഠിച്ചവനെ, എവിടാ ഇതിങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് വീട്ടിൽ പോണ്ടേ. എൻ്റെ ഒരു കൈ എവിടെ, 2-3 കൈയായിട്ട് വന്നേണ് ഈശ്വരോ. ഓക്കെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇതൊരു മാക്സി ഡ്രസ്സ് 1 പീസ് ആണ്. ഇങ്ങനെ വരുന്നതാണ്. ബോഡിക്കോൺ ലൈക്ക് ഒരു സ്ലീവ്ലെസ് നൂഡിൽസ് സ്ട്രാപ്പ് വന്നിട്ടുള്ളത്. ഇത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ് കേട്ടോ. പിറകിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിൽ ഇങ്ങനെ ക്രിസ് പോലെ ആയിരിക്കും വരുന്നത്. ഇത് ഇട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. വാലന്റൈൻസ് ഡേക്ക് എന്തായിരുന്നാലും ഞാൻ ഇതിടും. അപ്പം നമുക്ക് കാണാം. ഓക്കെ, ഇത് വന്നിട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഇതും അതുപോലെ തന്നെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബനിയൻ ക്ലോത്ത് മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. എന്നെ ഞാൻ ഇവിടുത്തെ ടീഷർട്ട്സ് എല്ലാം ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത്. പക്ഷേ എനിക്കത് ഈ ഓവർ സൈസ് ടീഷർട്ടൊക്കെ വാങ്ങിച്ചാൽ ഇതുമാതിരി ദേഹത്തൊട്ടി കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ മെറ്റീരിയൽ ഇവിടുന്ന് ടീഷർട്ട് എടുക്കാത്തത്. ടെമൂന്ന് പക്ഷേ അടിപൊളി ഫീലാണ് കേട്ടോ. ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല സുഖമെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ്. ഇട്ടിട്ടുണ്ടെന്നേ നമുക്ക് തോന്നത്തില്ല. ഇത് നെക്ക് ഫ്രണ്ടിൽ വന്നിട്ട് ഒരുമാതിരി ഒരു ചെറിയൊരു കണ്ടോ, ഈ ഒരു സൈപ്പ് യു അല്ല വി അല്ലാത്ത രീതിയിലിരിക്കും നമ്മളിത് ഇടുമ്പോൾ. അടിപൊളിയായിരിക്കും. സൈഡിൽ വെട്ടുണ്ടോ? ഓക്കെ, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഉണ്ട് കേട്ടോ, ഈ ലെഫ്റ്റ് സൈഡിലായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോസ്റ്റ്യൂം. ഇതൊക്കെ ഇട്ട് ഞാൻ കാണിക്കാട്ടാ. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു 25-30 അതിനകത്തെന്തോ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ റേറ്റ് 20 ദിറംസോ 30 ദിറംസോ അത്രയും കണ്ടേ ഉള്ളൂ അതിൻ്റെ റേറ്റ്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു ഇതാണേ, എന്താ ഇതിന് പറയുന്നത്, കൊലുസ് എന്തുവാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി കാലിൽ ഗോൾഡ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും കയറി കൊളുത്തുവോ പൊട്ടിപ്പോവോ ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റൊക്കെ അറിയാമല്ലോ, ലക്ഷങ്ങൾക്ക് മുകളിൽ കവിഞ്ഞൊഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഒരു സെറ്റ് എന്ന് പറയുന്ന രീതിക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പം നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഒപ്പിച്ച് വറക്കിയൊക്കെ 1-2 ഒപ്പിച്ച് വറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തണം എന്നെനിക്ക് ആഗ്രഹമില്ല. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ ഒരു ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഒരു ഗോൾഡൻ കവേർഡ് അങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ സെയിം എൻ്റെ കാലിലിപ്പോൾ കിടക്കുന്ന അതേ സെയിം മോഡൽ തന്നെയാണ്. ഇതിന് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വെക്കാം. ഇതേ കണ്ടോ, അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഈ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിയാലും പെട്ടെന്നൊന്നും കളർ മാറത്തില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളിപ്പം ഈ നോർമലി ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 2 യൂസൊക്കെ കഴിയുമ്പോഴത്തേക്കിനും തന്നെ വിയർപ്പൊക്കെ തട്ടിയത് പെട്ടെന്ന് ബ്ലാക്ക് ആവും നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ഈ ടെമൂന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഈ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത് വാങ്ങിച്ചാലും നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഹിറ്റ് ചെയിൻ ഉണ്ട്. അത് വന്നിട്ട് ഞാൻ ടെമൂന്ന് വാങ്ങിച്ചതാണ്. മോർ ദാൻ 2 month ആയി അത് വാങ്ങിച്ചിട്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്.
ബട്ട് നല്ലതായിട്ടൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വെറ്റുമായിട്ട് നല്ല അതിന് കംപ്രഷൻ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അതിന് യാതൊരു ചേഞ്ചും ഇല്ല. സ്റ്റിൽ അത് ഗോൾഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, യാതൊരു ചേഞ്ചസും ഇല്ലാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഐ പേഴ്സണലി റെക്കമെൻഡ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഫ്രം ടെമു. കാരണം വർത്താണ്, വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം, കളറൊന്നും പോകത്തില്ല, കളർ ഡാമേജ് വരത്തില്ല. സോ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് 5 dirham സംതിങ്, 5 dirham 3 dirham എന്തോ ഉള്ളൂ, അങ്ങനെ വാങ്ങിയതാണത്. വാട്ട് ഈസ് ദിസ് ഗൈസ്? ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഹിപ്പ് ചെയിൻ ആണ് കേട്ടോ, ഹിപ്പ് ചെയിൻ. കാരണം ഇൻ കേസ് അത് പിന്നെ ലൈറ്റായിട്ട് ഒന്ന് പൊട്ടിയായിരുന്നു, ഞാൻ ശ്വാസം വിട്ടപ്പോൾ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഒരു എന്താ പറയുക, ഇത് കളറ് പോകുമെന്ന് തോന്നുന്നു, മേ ബി അത് ആ സാധനമല്ല. ഇത് ഒരു റോസ് ഗോൾഡ് ഷെയ്ഡിലാണ് കേട്ടോ. ഇതൊരു 2-3 ഒരുമിച്ച് വരുന്നതാണേ. പണ്ടാരടങ്ങനെ എല്ലാവരും കുരുങ്ങി പറഞ്ഞൊക്കെ കിടക്കുന്നു. വാട്ട് എവർ ഈസ്, കുരുക്കൊക്കെ വെച്ചെടുക്കുമ്പോൾ നേരം വിളിക്കും. എന്നിരുന്നാലും ഇത് സെപ്പറേറ്റ് ആണ്, 3 എണ്ണമാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഒരെണ്ണം വന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ അതേപോലത്തെ തന്നെയാണ് കേട്ടോ ഈ ഒരു സാധനം, റോസ് ഗോൾഡ്. ഇത് റോസ് ഗോൾഡ് ആണോ, ഞാൻ ഉദ്ദേശിച്ച ഗോൾഡല്ല വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതെനിക്ക് ഒരുപാട് നാൾ വാഴുമെന്ന് തോന്നില്ല, ഇത് ഒറ്റ യൂസിന് തന്നെ ഇത് പൊട്ടി കൈ വരും. ഇത് വന്നിട്ട് ഒരു ഇവിടെ ഇങ്ങനെ കണ്ടോ, കല്ല്, ചെറിയ സ്റ്റോൺ ഒക്കെ വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അത് കൊള്ളാം, തിളക്കമൊക്കെ ഉണ്ട്, വെട്ടമൊക്കെ അടിക്കുമ്പോൾ നല്ല ബ്രൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഒരു സെറ്റായിട്ട് വരുന്നത്. ഇത് 7 dirhams എന്തോ ആയിരുന്നു, 7 or 6 ആണ്, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഓക്കെ ഫൈൻ, നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റോൺ വർക്ക് വരുന്നതും ആ സിമ്പിളായിട്ട് വരുന്നതും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1 piece ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യത്തില്ല, പ്ലെയിൻ ആയിട്ടുള്ള, അതിൻ്റെ മുകളിലൊക്കെ ഇടാം. അതാകുമ്പോഴത്തേക്കിനും ഒരുപാട് ടൈറ്റും ആവത്തില്ല, പൊട്ടുമെന്നുള്ള പേടിയും വേണ്ട, അത് കടന്നോളും, വലിയ സീനില്ല. ഏത് അത് തന്നെ. അപ്പം ഈ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിരിക്കുന്നു. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് കാണാം. അടുത്ത പ്രോഡക്റ്റ് എന്തുവാ, ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ? ഇതെന്തുവാ പഠിച്ചോന്നറിയാം. അയ്യോ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഗൈസ്, ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഷിറ്റ്, ആ ഫോട്ടോയ്ക്കകത്ത് ശരിക്കും ഭയങ്കര വലുതായിട്ടാണ് അത് കാണിച്ചത്. ഇത് ഹൈലൈറ്റ്സ് ആണ് കേട്ടോ, ഹൈലൈറ്ററാണ്. ആ പിക്കിനകത്ത് അത് ഭയങ്കര നമ്മുടെ ഒരു കയ്യിനകത്ത് ഫുൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയൊരു ബോക്സ് ആണൊക്കെ കാണിച്ചിട്ട്, ഈ ഹൈലൈറ്റ്സ് തന്നെയാണെങ്കിലും എല്ലാം ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് കാണിച്ചത്. ഇതിപ്പോൾ എല്ലാം അതിനകത്ത് ചപ്പിപ്പറക്കി ഇരിക്കുവാണ്. ഇത്രയേ ഉള്ളൂ സാധനം. നമുക്കൊരു പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകും, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരു തംസപ്പ് കൊടുക്കുന്നുണ്ട്. ബട്ട് പ്രോഡക്റ്റ് അതിനകത്ത് കാണിച്ചതും വന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അന്നേരം നല്ല നോക്കി ഐ എം ഗോയിങ് ടു കീപ് ഇറ്റ്. അയ്യോ ശരിക്കും ഞാൻ വരും. ഇത് 2ാമത് തൊട്ടോടെ നടക്കുന്നത്. ഞാൻ വേറെ സാധനം കാണിച്ചു തരാമേ. ഇതതുപോലെ തന്നെ ഞാൻ കണ്ടിട്ട് വലിയ ഐഷാഡോ പാലറ്റാന്നും പറഞ്ഞിട്ട് വാങ്ങിയതാണ്. വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഇതുപോലത്തെ ക്യൂട്ടായിട്ട് മിനി ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കിനും ലൈറ്റായിട്ട് നമ്മുടെ ചെറിയ ഹാൻഡ് ബാഗിനകത്ത് തന്നെ ആണെങ്കിലും പരിപ്പറക്കി ഇട്ടുകൊണ്ട് പോവാം. ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക്, ഞാൻ കൊണ്ടു നടക്കാറില്ല, കൊണ്ടു നടക്കുന്നവർക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ക്യാരി ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഓക്കെ, അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ, ഇനി ഇത് വന്നിട്ട് വേറൊരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഈ സ്കേർട്ടും ഉടുപ്പിട്ട് വരുന്നതൊക്കെ ഇഷ്ടമാണ്, വല്ലപ്പോഴേക്ക് യൂസ് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്കേർട്ട് ഇടുമ്പോൾ വലിയ ഭംഗി ഉണ്ടാവാറില്ല. ആക്ച്വലി ഫുൾ ലെങ്ത് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇത് വന്നിട്ടൊരു ഈ കളറിനോടുള്ളൊരു ക്രേസ് കൊണ്ട് എടുത്തതാണ്. അയ്യോ ഉടുപ്പ് വലുതാണെന്ന് തോന്നുന്നല്ലേ ഈശ്വര. ഇടുമ്പോൾ അറിയാം അങ്ങനെ ഇരിക്കുമെന്ന്. ഓക്കെ, ഇത് എന്ത് ഗ്രീൻ ആയത്, ലൈറ്റ് ഗ്രീൻ അല്ലേ, ലൈറ്റ് പാരറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറ്. റീസെൻറ്റ് ഫേവറേറ്റ് ആയ ഒരു കളറാണ് കേട്ടോ ഇത് ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ അതേ മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, സ്ട്രെച്ചബിൾ ആണ്, ചിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നത് ഒരു ഗ്രീനിൽ തന്നെ വൈറ്റിൽ ഗ്രീൻ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഒരു സ്കേർട്ടാണ് വരുന്നത്. സൈഡ് ഇങ്ങനെ ഓപ്പൺ ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ 2 സ്ട്രാപ്പ് ഉണ്ട്. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ നമുക്ക് ഫ്രിൽസ് പോലെ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വന്ന് വരുന്നത്. ഇതും എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. ഞാൻ വേറൊരെണ്ണമാണ് എടുത്ത് പിടിച്ചുകൊണ്ട് നിന്നത്. വൈറ്റിൽ സൺഫ്ലവറിൻ്റെ ഇത് വരുന്നതായിരുന്നു ഞാൻ എടുത്ത് പിടിച്ചുകൊണ്ട് നിന്നത്. അപ്പോൾ അവൾ പറഞ്ഞു അതൊക്കെ കോമൺ അല്ലേ,
ഇതൊരു ഡിഫറെൻറ്റ് കളർ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഈ കളർ നിങ്ങൾക്ക് സ്യൂട്ട് ആവുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. സോ ഐ ആം ഈഗർലി വെയിറ്റിംഗ് ടു പെയർ ദിസ് അല്ല വിയർ ദിസ്. പക്ഷെ ഇവർ തമ്മിലൊരു ബന്ധത്തിൻ്റെ കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇടുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് ഐ ലവ് ദിസ് വൺ. ഓക്കെ, ആൻഡ് നമുക്ക് അടുത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കവറിനകത്ത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ഇത് ഞാൻ ബ്ലാക്ക് അല്ലായിരുന്നോ പറഞ്ഞേ? ഓർഡർ വൈറ്റ് ആണോ വന്നേ? ഓക്കെ, നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റില്ല. ഇപ്പം വീഡിയോ കോളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് അവിടെ എന്തെങ്കിലും സാധനം വേണം, എന്തെങ്കിലും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിലിങ്ങനെ ചാരി വെക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ആ ഒരു സൂന പോലത്തെ ഇത് വരുമല്ലോ, ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ വെക്കുന്നത്, അതെൻ്റെ ഇല്ല. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റിൽ വെച്ചോണം നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് അറ്റാച്ച് ചെയ്തിട്ടില്ല. പിന്നെ അതിപ്പോൾ അറ്റാച്ച് ചെയ്താൽ ഓരോ കേസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് കേസൊക്കെ മാറിയിടും. അപ്പോൾ ഇതിങ്ങനെ അതിനകത്ത് സ്യൂട്ട് ചെയ്യത്തില്ല. നമുക്ക് എപ്പോഴും അതിങ്ങനെ മാറ്റി വെക്കുന്നതും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു യൂസർ ഫ്രണ്ട്ലി ഒരു കേസ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, കുറേ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, കുറേ മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇത് റേറ്റ് ഭയങ്കര കുറവായിരുന്നു, 3 dirhams ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഞാൻ ആക്ച്വലി ബ്ലാക്ക് എടുക്കാനാണ് ഇരുന്നത്, കാരണം വൈറ്റ് പെട്ടെന്ന് അഴുക്കാവും. അതുകൊണ്ട് ബ്ലാക്ക് എടുക്കാനാണ് ഇരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിന് വന്നിട്ട് 3 dirhams കണ്ടത് കൊണ്ട് റേറ്റ് കുറവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ സാധനം എങ്ങും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതിൻ്റെ അടിയിൽ തന്നെ ഈ അറ്റാച്ച്ഡ് ഒരു സാധനമുണ്ട്. ഇതിങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ഇരുന്നോളൂ. നമുക്ക് ഫോൺ ഇങ്ങനെ വെക്കാം. മനസ്സിലായോ? കണ്ടോ, ഇതിൽ തന്നെ സ്റ്റാൻഡുണ്ട്. ഇങ്ങനെ കിടക്കും, ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പം സ്റ്റാൻഡ് ഇനി കൊണ്ട് നടന്ന് ബുദ്ധിമുട്ടുണ്ട്. കേസിൽ തന്നെ അറ്റാച്ച്ഡ് സ്റ്റാൻഡ്. എങ്ങനെയുണ്ട്? ഐറ്റം കിട്ടില്ല അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. നമുക്ക് വലിയ ഇത് ഒരു സാധനം ഇതിനകത്ത് എക്സ്ട്രാ ഇരിക്കുന്ന പോലെയുള്ള ഫീലൊന്നും ഇല്ല. നോർമൽ ഒരു കേസ് അത്ര തന്നെ ഉള്ളൂ. പോക്കറ്റിൽ വെക്കാനാണെങ്കിലും ബാഗിനകത്ത് വെക്കാനാണെങ്കിലും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമാണ്. സോ ഇത് ഞാൻ ഇങ്ങനെ തപ്പി എടുത്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ടെമു അൺബോക്സിങ് വീഡിയോ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും ലിങ്ക്സോ കാര്യങ്ങളോ എന്തെങ്കിലും ദുബായിലുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് സെർച്ച് ചെയ്താലും കിട്ടും, അത് വേറെ കാര്യം. പിന്നെ എന്താണ്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടൊക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതെ തന്നെ ഷെയർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്തോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ലൈഫിൻ്റെ താളത്തിൽ, ഞാൻ എൻ്റെ താളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നൊരു ദൂരവും ഇതൊക്കെ ദുരിതവും പടച്ചു വിട്ട് അങ്ങാർക്ക് പോലും അറിയത്തില്ല. അതൊക്കെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ ശരിയല്ല, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കിനും കാണാം. അതുവരേക്കും ഞാൻ നന്ദി നമസ്കാരം പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു. ബൈ 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 ബൈ.